തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അടുത്ത മാസം കൊച്ചിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സെമിനാർ സംഘടിപ്പിക്കാനാണ് തീരുമാനം. മറ്റു വകുപ്പുകളിലും സെമിനാറുകളുണ്ട്. 33 വകുപ്പുകളാണ് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടത്തുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമം വിഷയമാക്കിയാണ് സെമിനാർ നടത്തുക. ക്രൈസ്തവ, മുസ്ലിം, ന്യൂനപക്ഷ പ്രതിനിധികളെ സെമിനാറിൽ പങ്കെടുപ്പിക്കും. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നതിനൊപ്പം രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും ചർച്ചയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സർക്കാരിന്റെ അജണ്ട അറിഞ്ഞതിനു ശേഷം നേതൃത്വം തീരുമാനം പറയുമെന്ന് സമസ്ത പ്രതിനിധി നാസർ ഫൈസി കൂടത്തായി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അതിന് അജണ്ട എന്താണെന്ന് പഠിച്ച ശേഷം മാത്രമേ അതിനോട് സഹകരിക്കുമോ നിസ്സഹകരിക്കുമോ എന്ന് പറയാൻ പറ്റൂ. കാരണം ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ടാകുന്ന ചില നീക്കങ്ങളിൽ അതൃപ്തരാണ് മുസ്ലിം സംഘടനകൾ പലരും. സ്വാഭാവികമായി കൊണ്ട് മാത്രം അജണ്ടകൾക്ക് മുമ്പിൽ ഇരയായി നിന്നു കൊടുക്കാൻ മുസ്ലിം സംഘടനകൾ തയ്യാറാവില്ല. സമസ്തയും ഒന്നും അതിന് തയ്യാറാവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ ഒരു ഹിന്ദുത്വ പ്രീണനത്തിലേക്ക് പോവുകയും മുസ്ലിം വിരുദ്ധത അജണ്ടയായി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റിന്റെ നിലപാടായി പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ വർഗീയ വിഷം ചീറ്റിയിട്ടും അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനോ അതല്ലെങ്കിൽ കേസെടുക്കാനോ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ നിലപാട് ഒരു പ്രീണനത്തിന്റെ ഭാഗമായി അന്നേ വിമർശനം വന്നതാണ്. അതേസമയം മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഫാദർ പോൾ തേലക്കാടിന്റെ പ്രതികരണം. ആളുകളെ മതത്തിന്റെ പേരിൽ നോക്കി നിറം നോക്കി വേർതിരിക്കുന്ന കാഴ്ചപ്പാട് ഒരു സർക്കാരും പുലർത്തുക. അയ്യപ്പ സംഘടന ബദലായിട്ട് ന്യൂനപക്ഷങ്ങളുടെ സമിതിയെ വിളിച്ചു ചേർക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ലബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലബി സജീന്ദ്രൻ, ഇതൊരു ന്യൂനപക്ഷ സംഗമം എന്ന രീതിയിലല്ല, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന പല സെമിനാറുകളിൽ വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന വിവിധ സെമിനാറുകളിൽ ഒന്ന് ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറാണ്. നമ്മളോട് മാക്സി MLA അടക്കം പറഞ്ഞിരിക്കുന്നത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും പെട്ട പ്രതിനിധികളെ ആ സെമിനാറിൽ പങ്കെടുപ്പിക്കുമെന്നാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണ് ലബി സുജീന്ദ്രൻ? ഡോക്ടറും അങ്ങനെ തന്നെയാണ്. ഇന്ന് കൊച്ചി MLA KJ മാക്സി പറഞ്ഞതും അപ്രകാരമാണ്. എല്ലാ ന്യൂനപക്ഷങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 33 സെമിനാറുകളാണ് അടുത്ത മാസം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള സെമിനാറുകൾ കൂടി സംഘടിപ്പിച്ച് ഇത്തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർ രാജ്യവ്യാപകമായി അവർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയിൽ കൊണ്ടുവരാനുമൊക്കെയാണ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായും അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യുന്നൊരു വേദിയാക്കി ഈ സെമിനാറിനെ മാറ്റുക തന്നെയാണ് ലക്ഷ്യം. കൊച്ചിയിൽ തന്നെ ആയിരിക്കും, മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലുമായിട്ടായിരിക്കും ഈ സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു ലബി സജീന്ദ്രൻ. ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് തുടർന്നാണോ ന്യൂനപക്ഷ സംഗമം? യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷ സംഗമം എന്ന പേരിലല്ല സംഘടിപ്പിക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി പറയട്ടെ. അത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകളാണ്. 33 വകുപ്പുകളും 33 വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 2031 നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ 75ാം വാർഷികത്തോട് അടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കുറിക്കുകയാണ് ഈ സെമിനാറുകളിലൂടെ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദലായി സംഘടിപ്പിക്കുന്ന ഒരു സംഗമമായി ഇപ്പോൾ ഈ നിമിഷത്തിൽ അതിനെ വായിക്കാൻ കഴിയും.